ആനവണ്ടിയിൽ ഗവിയിലേക്കൊരു യാത്ര. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. രാവിലെ 3:30 തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. കൃത്യസമയത്ത് തന്നെ എല്ലാവരും എത്തിയിരുന്നു. ഞങ്ങൾ എല്ലാവരും ബസ്സിലേക്ക് കയറി. പുഷ് ബാക്ക് സീറ്റുകളോട് കൂടിയ ബസ്സായിരുന്നു. ഓരോ സീറ്റുകളിലും മൊബൈൽ ഫോൺ ചാർജിംഗ് പോയിന്റുകളും ഉണ്ടായിരുന്നു. KSRTCയുടെ ഭാഗത്തു നിന്നും ടൂർ കോർഡിനേറ്ററായി വന്നത് ജയപ്രകാശ് ചേട്ടനായിരുന്നു. പത്തനംതിട്ട എത്തുന്നതുവരെ നന്നായി ഉറങ്ങിക്കൊള്ളാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. ഡ്രൈവർക്ക് വഴിതെറ്റിയാലോ എന്ന് പേടിച്ച് റഹിമിക്ക ഉറങ്ങിയില്ല. ബാക്കി എല്ലാവരും നല്ല സുഖമായി ഉറങ്ങി. 6 മണിയോടുകൂടി പത്തനംതിട്ട എത്തി ഞങ്ങളെ റഹിമിക്ക വിളിച്ചുണർത്തി. നന്നായി ഉറങ്ങിയത് കൊണ്ട് യാത്രാക്ഷീണം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ടൂർ കോർഡിനേറ്റർ ജയപ്രകാശ് ചേട്ടനാണിത്. പുള്ളി വേറെ ലെവലാണെന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഫ്രഷായ ശേഷം ഞങ്ങൾ അവിടുത്തെ KSRTC ക്യാൻറ്റീനിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചു തുടങ്ങിയപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത ബസ് എത്തിയിരുന്നു. ഈ കൊച്ചു കൊമ്പനാണ് ഞങ്ങളെ ഗവിയിലേക്ക് കൊണ്ടുപോകുന്നത്. യാത്രയിൽ എല്ലാ സ്ഥലത്തും കൃത്യമായി എത്തിച്ചേരാനുള്ള നിർദ്ദേശങ്ങൾ ജയപ്രകാശ് ചേട്ടൻ നൽകി. സൗമ്യ ചേച്ചി എല്ലാം നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിച്ച് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഈ ബസ്സിൽ സ്പീക്കറൊന്നും ഇല്ലെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. നമ്മുടെ ജയപ്രകാശ് ചേട്ടൻ തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങൾക്ക് വേണ്ടി സ്പീക്കർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജയപ്രകാശന്റെ പാട്ടോട് കൂടി കലാപരിപാടികൾ ആരംഭിച്ചു. യാത്രയിൽ റഹിമക്ക ഉണ്ടാക്കിയ വൈബ് വേറെ ലെവലാണ്. എല്ലാ തലങ്ങളിലും റഹിമയ്ക്കയുടെ കരസ്പർശമുണ്ടായിരുന്നു. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ അടവിയിലെത്തി. അവിടെ ഒരു സുന്ദരി ഞങ്ങളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. റഹിമക്ക ഇതിനെ താലോലിക്കുന്നതാണ് എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ചിപ്സ് കഴിച്ചപ്പോൾ കയ്യിൽ പറ്റിയ പൊടി തൂത്ത് കളയുകയായിരുന്നു അദ്ദേഹം. ഈ ടിക്കറ്റ് കൗണ്ടറിലൊന്നും ഞങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ടൂർ കോർഡിനേറ്റർ ജയപ്രകാശ് ചേട്ടൻ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഈ ഫുൾ വൈബിൽ വരുന്നതാണ് ശരണ ചേച്ചി. ഈ ടൂറിന്റെ കൺവീനറും റിക്രിയേഷൻ ക്ലബിന്റെ സെക്രട്ടറിയുമാണ്. ഇവിടെ ഒരു സെൽഫി പോയിന്റും അതിനോട് ചേർന്ന് ഊഞ്ഞാലുമുണ്ട്. ഏകദേശം എല്ലാവരും ഊഞ്ഞാലിരുന്ന് നന്നായി ആസ്വദിച്ചു. പക്ഷേ അല്പം പേടി തോന്നുന്നത് ശരണ ചേച്ചി ഊഞ്ഞാലാടിയപ്പോഴായിരുന്നു. ക്യാമറയുമായി നിന്നപ്പോൾ ശരണ ചേച്ചിയുടെ നീളമുള്ള കാലുകൾ ഞങ്ങളെ തൊട്ടില്ല എന്ന രീതിയിൽ വന്നു. അതോടെ ക്യാമറ സ്റ്റാൻഡും മടക്കി ഞങ്ങൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ജയപ്രകാശ് ചേട്ടൻ വിളിച്ചതോടെ ഞങ്ങൾ കുട്ടവഞ്ചി സവാരിക്കായി അങ്ങോട്ട് പോയി. കുട്ടവഞ്ചി സവാരി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് റഹിമക്ക ഞങ്ങൾക്ക് നിർദ്ദേശം തന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുട്ടവഞ്ചിയുടെ അടുത്തെത്തി. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇവിടെ കുട്ടവഞ്ചി സവാരി നടത്തുന്നത്. ഈ കുട്ടവഞ്ചിയുടെ അടിഭാഗം ടാർ ഉപയോഗിച്ച് ആവരണം ചെയ്തിട്ടുണ്ട്. കുട്ടവഞ്ചി സവാരി ചെയ്യുമ്പോൾ നമുക്ക് ധരിക്കാൻ ലൈഫ് ജാക്കറ്റും ഇവർ തരും. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. വെയിലുമില്ല, മഴയുമില്ല. കുട്ടവഞ്ചി സവാരിക്ക് പറ്റിയ അന്തരീക്ഷം. 4 പേരെ മാത്രമാണ് ഒരു കുട്ടവഞ്ചിയിൽ കയറ്റുന്നത്. വളരെയധികം വൈദഗ്ധ്യം നേടിയവരാണ് കുട്ടവഞ്ചി തുഴയുന്നത്. അങ്ങനെ ഓരോരോ കുട്ടവഞ്ചികളായി യാത്ര തുടങ്ങി. നല്ല രസമാണ് ഇതിലെ യാത്ര. ഞങ്ങൾ എല്ലാവരും സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. ഇതൊക്കെ ജീവിതത്തിൽ എപ്പോഴും കിട്ടുന്ന നിമിഷങ്ങളല്ല. എല്ലാ വഞ്ചികളിലും സന്തോഷമുള്ള മുഖങ്ങളാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളുടെ എല്ലാ കുട്ടവഞ്ചികളും ശാന്തമായി ആ ജലപ്പരപ്പിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരു കുട്ടവഞ്ചി അതിവേഗം കറങ്ങാൻ തുടങ്ങി. ആ നിലവിളി ശബ്ദം കേട്ട് ഞങ്ങൾ അത് തിരിച്ചറിഞ്ഞു. ഞങ്ങളുടെ കുട്ടവഞ്ചിയും കറങ്ങാൻ പോവുകയാണ്. അതെ, എല്ലാ കുട്ടവഞ്ചികളും വളരെ നന്നായി കറങ്ങി. മറ്റുള്ളവർ കറങ്ങുന്നത് കണ്ട് എല്ലാവരും ഫോട്ടോയും വീഡിയോയും എടുത്ത് രസിച്ചു. ആ കല്ലുപോലിരിക്കുന്ന മനുഷ്യനാണ് സുനിൽ സാർ. കണ്ടാൽ കല്ലുപോലെയെങ്കിലും സാറിൻ്റെത് പിഞ്ചു മനസ്സാണ്. കണ്ണടച്ചുള്ള ആ ഇരിപ്പ് കണ്ടില്ലേ? എന്നാലും അവരെല്ലാവരും നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. വളരെ രസകരമായൊരു അനുഭവം തന്നെയായിരുന്നു ഇത്. ഞങ്ങൾ എല്ലാവരും വളരെ നന്നായി ഈ യാത്ര ആസ്വദിച്ചു. ഈ കുട്ടവഞ്ചി കറക്കുന്നവരുടെ കായികക്ഷമത എത്രത്തോളം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു. വളരെയധികം അധ്വാനം അവരിതിനായി ചെലവിടുന്നുണ്ട്. ഈ കുട്ടവഞ്ചിയുടെ കറക്കത്തിന് ശേഷം അടുത്ത് ആരുടെ ഊഴമായിരിക്കും എന്ന് ഞങ്ങൾ കാത്തിരുന്നു. ആ കൈ കാണിക്കുന്നതാണ് കവിത മാഡം. തൊട്ടടുത്ത നിമിഷം കൈ കാണിക്കൽ കണ്ണടയ്ക്കലായി മാറി. പാവം, ചെറുതായി ഒന്ന് പേടിച്ചെന്ന് തോന്നുന്നു. കവിത മാഡത്തിന്റെ ഓപ്പോസിറ്റ് ഒരു കൂസലുമില്ലാതെ കിടക്കുന്നതാണ് നമ്മുടെ SP ഷീബ മാഡം. ഷീബ മാഡത്തിനെ ഒരാൾ വട്ടം കറക്കുന്നത് ഞങ്ങൾ ആദ്യമായാണ് കണ്ടത്. പ്രകൃതി രമണീയമായ അടവിയിലെ ഓരോ കാഴ്ചകളും ഓരോ അനുഭവങ്ങളും ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. കുട്ടവഞ്ചി തുഴയുന്നവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ എല്ലാ കുട്ടവഞ്ചികളും കറക്കി ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. സമയം പാഴാക്കരുതെന്ന ജയപ്രകാശ് ചേട്ടന്റെ നിർദ്ദേശത്തോടുകൂടി ഞങ്ങളെല്ലാവരും ബസ്സിലേക്ക് കയറി. കുരങ്ങ് ശല്യമുള്ളതുകൊണ്ട് ബസ്സിലെ ഷട്ടറുകളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അടുത്ത പരിപാടി അന്താക്ഷരി ആരംഭിച്ചു.
ഇത്രയും വൈബ് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന മട്ടിൽ ജയപ്രകാശ് ഏട്ടൻ ഇരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഇരു ടീമുകൾക്കും പ്രചോദനമായി റഹീമയ്ക്കയുടെ പ്രകടനവും ഉണ്ടായിരുന്നു. ഇരു ടീമുകളും പാടുമ്പോഴും റഹീമക്ക ഡാൻസ് കളിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ സയത്തേട്ടനും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ സയത്തേട്ടന്റെ ജീവിതം ഇനിയും ബാക്കി. ഇതൊരു പൈനാപ്പിൾ തോട്ടമാണ്. വളരെ നന്നായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു തോട്ടം. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ ഞങ്ങളുടെ യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു. അങ്ങനെ പോയപ്പോഴാണ് ഒരു മയിലിനെ കണ്ടത്. മയിലുകളൊക്കെ ഇവിടുത്തെ സാധാരണ കാഴ്ചകളാണ്. അങ്ങനെ നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ശബരിമലയുടെ ഒന്നാമത്തെ ഇടത്താവളമായ ലാഹയാണിത്. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അവിടെ ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നെങ്കിലും സമയപരിമിതി കൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. ലാഹയം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ഏറുമാടം കണ്ടത്. രാജേന്ദ്ര ചേട്ടന്റെ ഒരു ഏറുമാടമായിരുന്നു അത്. മുമ്പൊരിക്കൽ ടിവിയിൽ ലൈവായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള കക്ഷിയാണ് രാജേന്ദ്ര ചേട്ടൻ. ആ അനുഭവങ്ങൾ രാജേന്ദ്ര ചേട്ടൻ തന്നെ പറയും. ജയപ്രകാശ് ചേട്ടനാണ് രാജേന്ദ്ര ചേട്ടനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. പരിചയപ്പെട്ട പാട തന്നെ മുൻകാല ബന്ധമുള്ളതുപോലെ റഹീമക്ക രാജേന്ദ്ര ചേട്ടനെ അകത്തേക്ക് ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് രാജേന്ദ്ര ചേട്ടൻ അകത്തേക്ക് കയറി. മൂന്നാമത്തെ കുട്ടി ഗർഭിണിയായിരുന്നു. 8 മാസം ഗർഭിണിയായിരുന്നു. അപ്പം ആരോഗ്യമന്ത്രി വീണാലൂർ സാറും വേറൊരു മന്ത്രിയും കൂടെ വന്ന് 2 ജഡ്ജി 2 കളക്ടർ ഒരു മജിസ്ട്രേറ്റൊക്കെ വന്ന് ഞങ്ങൾ ആശുപത്രിയിലാക്കി. ആശുപത്രി ചികിത്സയൊക്കെ വളരെ സഹായമായിട്ട് 13 ലിറ്റർ ബ്ലഡ് കയറ്റിയപ്പോഴാണ് പ്രസവം കഴിഞ്ഞത്. ആശുപത്രി ചികിത്സയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അനുഭവങ്ങൾ പറഞ്ഞ ശേഷം രാജേന്ദ്ര ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുത്തന്നു. കാലത്ത് ഞാൻ ഓടി നടന്ന പണി എന്റെ കുടുംബത്തെ പട്ടിണി മാറ്റിയ ദൈവം അങ്ങോട്ട് വന്നി. കൊയ്യാരോ 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 കൊയ്യാരോ. രാജേന്ദ്രൻ ചേട്ടന്റെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. മുന്നോട്ടുള്ള കാഴ്ചകൾ വളരെ ഹൃദ്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വനംവകുപ്പിന്റെ ടിക്കറ്റ് കൗണ്ടറിലെത്തി. ഇവിടെ റൂട്ട് മാപ്പൊക്കെ കൃത്യമായി വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയും ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. അതെല്ലാം ജയപ്രകാശ് ഏട്ടൻ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് യാത്രയും ടിക്കറ്റ് ചാർജുകളും ഉൾപ്പെടെ ഒരാൾക്ക് 2000 രൂപയാണ് ചിലവ് വന്നത്. ഉച്ചഭക്ഷണവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഗവി യാത്രയിലുള്ള ഡെസ്റ്റിനേഷൻസ് എല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. വനത്തിനുള്ളിൽ ശബ്ദ കോലാഹലങ്ങൾ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നിശബ്ദരായി കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ വശങ്ങളിലേക്കായിരുന്നു. ഏതെങ്കിലും പക്ഷികളോ മൃഗങ്ങളോ ഉണ്ടോ എന്നാണ് ഞങ്ങൾ നോക്കിയത്. മൂഴിയാർ ഡാമിലും കക്കി ഡാമിലും പെൻസ്റ്റോക്കുകൾ കടുപ്പിക്കാൻ കൊണ്ടുവന്ന യന്ത്രങ്ങളുടെ ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. കാസ്റ്റ് അയൺ കൊണ്ടാണ് ഈ ഓക്സിജൻ സിലിണ്ടറുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ജയപ്രകാശ് ഏട്ടൻ പറഞ്ഞു തന്നു. നിർമ്മാണ സമയത്ത് ഉപയോഗിച്ചിരുന്ന ജനറേറ്ററിന്റെ ഭാഗങ്ങളും ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞു. വീണ്ടും മുന്നോട്ട് നീങ്ങിയപ്പോൾ മൂഴിയാർ ഡാമിന്റെ ഒരു വിദൂര ദൃശ്യം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഈ ഡാമിന് മുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സഞ്ചരിക്കുന്നത്. അങ്ങനെ പോയപ്പോഴാണ് സിംഹവാലൻ കുരങ്ങനെ നമ്മൾ കണ്ടത്. റഹീമക്ക നല്ല ഉറക്കത്തിലാണ്. നിത്യേട്ടനും കൂട്ടിനുണ്ട്. രാവിലെ ഉറങ്ങിക്കോളാൻ ജയപ്രകാശ് ഏട്ടൻ പറഞ്ഞിട്ടും ഉറങ്ങാത്തതിന്റെ പാർശ്വഫലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ കാനന ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് പെൻസ്റ്റോക്ക് പൈപ്പുകൾ കണ്ടത്. താഴെ നിന്ന് കണ്ടതുപോലെയല്ല, വളരെ വലുപ്പമുണ്ട് തന്നെ. ഈ പെൻസ്റ്റോക്ക് പൈപ്പുകൾ യന്ത്രസഹായമില്ലാതെയാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. വളരെയേറെ അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട്. ഇന്നത്തെ പോലത്തെ ടെക്നോളജികൾ ഒന്നുമില്ലാത്ത കാലത്ത് ഇതൊക്കെ ചെയ്തവരെ സമ്മതിക്കണം. കിലോമീറ്ററുകൾ നീളമുള്ള ഈ പൈപ്പുകളിൽ കൂടിയാണ് കക്കി ഡാമിൽ നിന്നും മൂഴിയാർ ഡാമിലേക്ക് ജലമെത്തുന്നത്. ഇതാണ് രാക്കില. ശബരിമലയിൽ പ്രസാദം നൽകുന്നതിനായി ഈ ഇല ഉപയോഗിക്കുന്നു. ഈ മരത്തിന്റെ കറയാണ് നമ്മൾ ഉപയോഗിക്കുന്ന കുന്തുരുക്കം. ഇത് കറുത്ത കുന്തുരുക്കമാണ്. കറുത്ത കുന്തുരുക്കത്തിനാണ് വില കൂടുതലുള്ളത്. കരിങ്കുരങ്ങുകൾ ചാടിക്കളിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. കള്ളിച്ചെടി മരമായി രൂപമാറ്റം സംഭവിച്ചതാണ് ഇത്. അതിനിടയിൽ ഒരു വലിയ കടന്നൽ കൂടും കാണുവാൻ കഴിഞ്ഞു. ഇതിനിടയിൽ പെട്ടാൽ തീർന്നു പോയത് തന്നെ. ഇതാണ് വെളുത്ത കുന്തുരുക്കം. റബ്ബർ ടാപ്പ് ചെയ്യുന്നത് പോലെ ടാപ്പ് ചെയ്താണ് ഈ കുന്തുരുക്കത്തിൽ നിന്ന് കറയെടുക്കുന്നത്. കുന്തുരുക്കത്തിന്റെ മരം ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഇതാണ് കക്കി ഡാമിന്റെ റിസർവോയർ. കക്കി ഡാമിന് ഒരു പ്രത്യേകതയുണ്ട്. ഷട്ടറുകളില്ലാത്തൊരു ഡാമാണിത്. കക്കി ഡാമിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇത്രത്തോളം ആഴത്തിലുള്ള വെള്ളം കക്കി ഡാമിന്റെ റിസർവോയറിലുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറിയ പേടിയൊക്കെ തോന്നും. ഇത്രയധികം ജലം തടഞ്ഞു നിർത്തണമെങ്കിൽ ഈ ഡാമിന് എത്രത്തോളം ബലമുണ്ടാകും. ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു ഡാം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ കുഴഞ്ഞത് തന്നെ. ആ കുന്നുകളിൽ രണ്ടാമത് കാണുന്നതാണ് ശബരിമല. ഇവിടെ നിന്ന് നോക്കിയാൽ മകരവിളക്ക് തെളിയുന്നത് കാണുവാൻ കഴിയും. ആ കാണുന്നതാണ് പൊന്നാപുരം കോട്ട ചിത്രീകരിച്ച സ്ഥലം. ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണുവാനുണ്ടായിരുന്നു. ഫിഷറീസ് വകുപ്പ് നടത്തിയ ഒരു ഫ്ലോട്ടിംഗ് മത്സ്യകൃഷി രീതിയാണിത്. അടുത്ത് ഞങ്ങൾ പോയത് എക്കോ പോയിന്റിലാണ്. നമ്മൾ ഉണ്ടാകുന്ന ശബ്ദം അതേപോലെ തിരിച്ചു കേൾക്കാം. റഹീമക്ക ഏകനായി വിസിലടിച്ച് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അനൂപേട്ടനും ജോയിൻ ചെയ്തു.
അപാരതീരം ഏകാന്തതയുടെ അടുത്തതായി നമ്മുടെ ടീമിന്റെ ഒരു യോ സെഷൻ. 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ KCB ക്യാൻറ്റീനിലെത്തി. ഇവിടെയാണ് ഞങ്ങൾക്കുള്ള ഉച്ചഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിർദ്ദേശം കിട്ടിയെന്ന് പറഞ്ഞ് റഹിമിക്ക വന്നു. ഇത് കേട്ട പലരും പുറത്തേക്ക് ഇറങ്ങി. പിന്നീടാണ് കാര്യം മനസ്സിലായത്. റഹിമിക്കയോട് അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതായിരുന്നു. ചൂടോട് കൂടിയുള്ള ഭക്ഷണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പ്രതീക്ഷിച്ചതിലും നല്ല ഭക്ഷണമാണ്. കട്ട്ല എന്ന പുഴമീനാണ് ലഭിച്ചത്. കിട്ടിയപാടെ മീൻ ടേസ്റ്റ് ചെയ്തു. വിശപ്പ് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ഭക്ഷണം നല്ല രുചികരമായിരുന്നു. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും 3 ഗവി ബസ്സുകളാണ് അന്നേ ദിവസം ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യത്തെ ബസ്സിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ബസ്സുകൾ വരുന്നതിന് മുമ്പ് കഴിച്ചിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഇതൊക്കെ ഇവിടുത്തെ സാധാരണ കാഴ്ചകളാണ്. ജയപ്രകാശ് ഏട്ടന്റെ നിർദ്ദേശാനുസരണം ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടർന്നു. ഇതാണ് ഗോഫർ മരം. ബൈബിൾ പ്രകാരം നോഹ പണിത പെട്ടകം ഈ മരം കൊണ്ടുള്ളതാണ്. ഏഷ്യയിൽ ആകെ 2 ഗോഫർ മരങ്ങളേ ഉള്ളൂ. അതിലൊന്നാണിത്. അങ്ങനെ അപൂർവമായൊരു മരം കാണാനും ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഗോഫർ മരവും കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. ആ യാത്രയിൽ വീണ്ടും ഒരു മയിലിനെ കണ്ടു. അവിടെ ജനവാസമുള്ള ഏരിയയാണെന്ന് തോന്നുന്നു. കോണിപ്പടികളും തുണികൾ കൊണ്ട് മറിച്ച പുരയിടവും കാണുവാൻ കഴിഞ്ഞു. വീണ്ടും മുന്നോട്ട് പോയപ്പോഴാണ് ഒരു കൂട്ടം പശുക്കൾ നടന്നു വരുന്നത് കണ്ടത്. പശുക്കൾക്ക് ആനവണ്ടി കണ്ടിട്ടും ഒരു കൂസലുമില്ല. ഇതിവിടത്തെ ഒരു LP സ്കൂളാണ്. ഈ ഒരു സ്കൂളേ ഇവിടെയുള്ളൂ. ഇതൊരു ഏകാധ്യാപക വിദ്യാലയമാണ്. ഇതൊക്കെ നമുക്ക് അന്യം നിന്ന് പോയ ഗ്രാമക്കാഴ്ചകളാണ്. ഓർഡിനറി എന്ന സിനിമയിലെ ചില ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഗവിയിലാണ്. ഈ ക്ഷേത്രവും അതിന്റെ ഭാഗമാണ്. ഒടുവിൽ ഞങ്ങൾ ലക്ഷ്യസ്ഥാനമായ ഗവിയിലെത്തി. ഒരു റേഷൻ കടയും ഒരു പോസ്റ്റ് ഓഫീസും ഒരു നീതി സ്റ്റോറും ഒരു ബസ് സ്റ്റോപ്പും ഇതാണ് ഗവിയിലെ കാഴ്ച. രാജീവേട്ടൻ പോസ്റ്റ് ഓഫീസ് കാണാൻ ചാടിയിറങ്ങി. സുരേഷ് സാറും ഒപ്പം ചേർന്നു. ഇതൊരു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസാണ്. ഉച്ചവരെ പ്രവർത്തനമുള്ളൂ. നിർഭാഗ്യവശാൽ ഞങ്ങളെത്തിയപ്പോൾ പ്രവർത്തന സമയം കഴിഞ്ഞിരുന്നു. പോസ്റ്റ് ഓഫീസുകാർ പോസ്റ്റ് ഓഫീസിലേക്ക് പോയപ്പോൾ ജയപ്രകാശ് ഏട്ടൻ സ്വന്തം തട്ടകമായ ബസ് സ്റ്റോപ്പിലിരുന്നു. വനംവകുപ്പിന്റെ സ്റ്റാളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഞങ്ങൾ ബസ്സിൽ കയറി. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ മൂങ്ങയെ പോലെ ഇരിക്കുന്നതും പരതിനെ പോലെ പറക്കുന്നതുമായ ഒരു പക്ഷിയെ ഞങ്ങൾ കണ്ടു. എന്തായാലും കണ്ടു പരിചയമുള്ള പക്ഷിയല്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. തുണി നനയ്ക്കുന്ന കല്ലുകളിലിരുന്ന് എൻജോയ് ചെയ്യുന്ന കുരങ്ങന്മാരെയാണ് ഞങ്ങൾ പിന്നീട് കണ്ടത്. അവർക്കിതൊക്കെയല്ലേ ഉള്ളൂ ഒരു എന്റർടൈൻമെന്റ്. ഗവിയിലേക്കുള്ള വഴി ഒരു ഒറ്റവരി പാതയാണ്. അതുകൊണ്ട് തന്നെ പോയ വഴി തിരികെ വരാൻ കഴിയില്ല. ഇടുക്കിയിലെ വണ്ടിപ്പെരിയാർ വഴിയാണ് ഞങ്ങൾ തിരികെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിലെ കാഴ്ചകളും ഞങ്ങൾക്ക് ആസ്വദിക്കുവാൻ കഴിഞ്ഞു. കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി ശബ്ദമുണ്ടാക്കാം എന്നൊരു സാഹചര്യം വന്നപ്പോൾ എല്ലാവരും സടകുടഞ്ഞ് പുറത്തിറങ്ങി. അതുവരെ അടക്കി വെച്ചിരുന്ന ആവേശമെല്ലാം ഒരുമിച്ച് പുറത്തേക്ക് വന്നു. ആഘോഷം തുടങ്ങുകയായിരുന്നു. ഇതിനിടയിൽ ഒരു ഡെസ്റ്റിനേഷൻ കൂടി ഉണ്ടായിരുന്നു. പരുന്തുംപാറ. അതിമനോഹരമായൊരു പ്രദേശം. മൊട്ടക്കുന്നുകളും കോടമഞ്ഞും. എല്ലാവരും ഒന്നുകൂടി ഒന്ന് ഫ്രഷായി. 6 മണിവരെ ഞങ്ങളോട് ഇവിടെ സമയം ചെലവഴിച്ചു കൊള്ളാൻ ജയപ്രകാശ് ഏട്ടൻ പറഞ്ഞു. അത്രയും സമയം വേണ്ടി വരുമോ എന്ന് ആദ്യം ചിന്തിച്ചെങ്കിലും ഇത്രയും സമയം പോരായിരുന്നു എന്ന് പിന്നീട് തോന്നി. അതിമനോഹരമായൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെ. ഞങ്ങൾ ഇവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ എടുത്തു. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പരുന്തിന്റെ ആകൃതിയിലുള്ള പട്ടങ്ങളും പാവകളും കളിപ്പാട്ടങ്ങളും ചായയും ഐസ്ക്രീമും എന്നുവേണ്ട ഒരുപാട് കടകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം തിരക്കുമുണ്ടായിരുന്നു. ഇതിനിടയിൽ സുനിൽ സാറും റഹിമിക്കയും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടു. ഇതിനെ അവിടെ ഇവിടെ പൊട്ടും പൊളിയൊക്കെ ഉണ്ട്. വെൽഡ് ചെയ്യണം. റഹിമിക്കയുടെ ഫോണാണോ സുനിൽ സാറിന്റെ ഫോണാണോ എന്നറിയില്ല. കാര്യമായിട്ട് എന്തോ ഉണ്ട്. ഇനി വേറെ വല്ലതും വേണോ? 2 ചായ 2 പരിപ്പടും കൂടി കൊടുത്തു. പെട്ടുപോയല്ലോ എന്ന ഭാവമായിരുന്നു സുനിൽ സാറിന്റെ മുഖത്ത്. പാവം സാധു മനുഷ്യൻ നല്ല ക്ഷമയോടെ കേട്ടുനിന്നു. പരുന്തുംപാറയിൽ നിന്ന് കാൽനടയായി രാജീവേട്ടൻ ശബരിമലയിലേക്ക് പോയി. ഞങ്ങളുടെ ആഘോഷം തുടർന്നു.
ഇത്രയും കൊല്ലത്തെ സർവീസിൽ അതിഗംഭീരമായിട്ടുള്ളൊരു ടൂറാണ്. അത് ഇത്രയും ലോങ്ങായിട്ട് ഒരു ദിവസം ഇത്ര 24 മണിക്കൂറാണ്. 24 മണിക്കൂർ ഫുള്ളായിട്ട് വന്ന എല്ലാവർക്കും അഭിനന്ദനം. അങ്ങനെ ഞങ്ങൾ രാത്രി 12 മണിയോടുകൂടി തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. റഹീമൊക്കെ പറഞ്ഞതുപോലെ മറക്കാൻ കഴിയാത്തതായിരുന്നു ഈ യാത്ര. ഒരു ദിവസം നീണ്ടുനിന്ന ഗവി യാത്ര. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.